നമ്മളെ ഇന്ന് ചെന്നൈയിലാണ് ഉള്ളത്. അപ്പോൾ ചെന്നൈയിൽ സിറ്റിക്ക് അകത്തായിട്ട് ഒരു കുഞ്ഞു കേരളമുണ്ട്. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ചെന്നൈയിൽ നമ്മൾ അടയാർ എന്ന സ്ഥലത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. അടയാർ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഞാൻ പറഞ്ഞ ഈ ഒരു കുഞ്ഞു കേരളം എന്ന് പറഞ്ഞത്. അടയാർ പാലം കഴിഞ്ഞ് തൊട്ട് അടുത്തായിട്ടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പെർമിഷൻ എടുത്ത് അകത്തേക്ക് കയറിയാൽ നിറയെ വൃക്ഷങ്ങളുള്ള, രണ്ട് ഭാഗത്തും ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളും ചെടികളുമായിട്ടുള്ള വലിയൊരു വഴിയിലൂടെ നമ്മൾ ഉള്ളിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെന്നൈ സിറ്റിയിൽ തിരക്കൊന്നും നമുക്കിവിടെ ഒരു തരത്തിലും ബാധിക്കില്ല. അത്രയ്ക്ക് ശാന്തമായിട്ടുള്ള പക്ഷികളുടെ കളകളാരമെല്ലാം കേൾക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇങ്ങനൊരു സ്ഥലം ചെന്നൈ സിറ്റിക്ക് അകത്തായിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ ഇവിടെ സന്ദർശന സമയമല്ലാണ്ട് കേട്ടോ, നമ്മൾ മുൻകൂട്ടി അനുവാദം വാങ്ങണം. രാവിലെ 8:30 മുതൽ 10 മണി വരെയാണ്. അതുപോലെ വൈകിട്ട് 2 മുതൽ 4 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം എന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ 500ഓളം വർഷം പഴക്കമുള്ള ഒരു വലിയ അരയാലുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു വലിയൊരു ഏരിയ നിറച്ചു ഈ ഒരു അരയാലാണ്. അപ്പോൾ അതും ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ പോണ വഴിയിൽ അരയാലിൻ്റെ അടുത്തേക്ക് 1 കിലോമീറ്റർ ദൂരം എന്ന ബോർഡെല്ലാം കാണാം കേട്ടോ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് എത്തിച്ചേരുമ്പോഴുള്ളൊരു ആംബിയൻസ് ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മുൻപോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിൽക്കുന്ന അതേ ഫീലാണ് ഇവിടെ. അപ്പം നമ്മൾ പക്ഷികളുടെ ശബ്ദവും നല്ല തണുപ്പും നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ വൃക്ഷങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളെ നമുക്കിവിടെ കാണാമായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്നതും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായ അനവധി വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയായിരുന്നു. ഇത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയതിനാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പോണ വഴിയിൽ നമുക്ക് അവരുടെ താമസ സ്ഥലങ്ങൾ, ഭക്ഷണശാല, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളുടെ കാണാമായിരുന്നു കേട്ടോ. കുറച്ചുകൂടി നമ്മൾ മുൻപോട്ടേക്ക് എത്തിയപ്പോൾ ശരിക്കും എൻ്റെ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള ഒരു നാട്ടിൻപുറത്തെ തെങ്ങിൻ തോപ്പ് പോലെ നമുക്ക് ശരിക്കും നമ്മൾ ചെമ്പരത്തി ചെടി കൊണ്ടെല്ലാം വേലിക്ക് അരികിലായിട്ട് വെക്കുന്നത് പോലെ നിറച്ചും ചെമ്പരത്തി എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നത്. അപ്പം ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും നമ്മൾ കേരളത്തിൽ വന്ന അതേ ഫീലായിരുന്നു ഇവിടെയുള്ളത്. അപ്പം നമ്മൾ ആ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ വീണ്ടും മുൻപോട്ടേക്ക് പോവുകയാണേ. അപ്പം രാവിലെ അത്യാവശ്യം തണുപ്പും അതുപോലെ പക്ഷികളുടെ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ ചെന്നൈയിലാണെന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നു പോകും കേട്ടോ. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആലുമരം കേട്ടോ. 450 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഒരു ആലിന് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കിപ്പം കാണാൻ കഴിയുന്നത് ഒരു വലിയ ആലുമരവും അതിൻ്റെ വേരുകൾ താഴത്തേക്ക് വന്നിട്ട് തിരിച്ച് അത് ഒരു മരമായിട്ട് മാറിയതുപോലെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഒരു വലിയ ഏരിയ നിറച്ചു ഈ ഒരു ആൽമരക്കൂട്ടം തന്നെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. ആലുമരത്തിന് തൊട്ട് അടുത്തായിട്ട് ഒരു താമരക്കുളവും കാണാം. നമുക്കിവിടെ താമരയെല്ലാം വിരിഞ്ഞു നിൽക്കുന്ന ഒരു കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു കുളമാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 1875 ഇത് സ്ഥാപിക്കുന്നത്. എന്നാൽ 1895 ഇത് വേർപ്പെടുത്തി അടയാറിലാക്കി ഇതിൻ്റെ ആസ്ഥാനമായിട്ട് മാറ്റിയിരിക്കുകയാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളും ആദർശങ്ങളും എല്ലാം ഇവിടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ വംശം, മതം, ലിംഗം, ജാതി, നിറം എന്നിവയുടെ വ്യത്യാസമില്ലാതെ മനുഷ്യർ സാഹോദര്യത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു രൂപീകരിക്കുക, പ്രകൃതിയുടെ വിശദീകരിക്കപ്പെടാത്ത നിയമങ്ങളെയും മനുഷ്യരിൽ ഒളിഞ്ഞുകിടക്കുന്ന ശക്തിയെയും കുറിച്ച് അന്വേഷിക്കുക എന്നീ ലക്ഷ്യങ്ങളും ആദർശങ്ങളും എല്ലാം ഒരു സംഘടനയാണ് ഇത് പറയുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, വളരെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കുറേ അധികം സമയം ചെലവഴിച്ചു കേട്ടോ. അതിനുശേഷം നമുക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പം അവിടെ മെമ്പേഴ്സിന് മാത്രമേ സന്ദർശിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ വർഷത്തിലൊരു പ്രാവശ്യം ഇവർ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനുള്ള സൗകര്യം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ദിവസമാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. യാദൃശ്ചികമായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു സൗകര്യവും ഭാഗ്യവും ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ലൈബ്രറിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ലൈബ്രറിയാണ് കേട്ടോ. ഇത് സ്ഥാപിച്ച അന്ന് മുതൽക്കുള്ള പുസ്തകങ്ങളെല്ലാം അവർ അടുക്കോടും ചിട്ടയോടും കൂടിയിട്ട് അത്രയ്ക്ക് ഭംഗിയായിട്ട് ഇവർ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന ലൈബ്രറിയാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് താളിയോല ഗ്രന്ഥങ്ങളും കണ്ണുകൊണ്ട് വായിക്കാൻ കഴിയാത്ത കുഞ്ഞു എഴുത്തുകളുള്ള ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും എല്ലാം നമുക്കിവിടെ കാണാമായിരുന്നു കേട്ടോ. വർഷങ്ങളുടെ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ, അതുപോലെ മറ്റ് ഒട്ടനവധി പുസ്തകങ്ങളും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ശരിക്കും നമ്മൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ ലൈബ്രറി എന്ന് പറയുന്നത് കേട്ടോ.
അത്രയ്ക്ക് വലിയൊരു കളക്ഷനുള്ള സ്ഥലമാണിത്. തുടങ്ങിയ കാലത്തുള്ള പുസ്തകങ്ങളുടെ ശേഖരം ഇപ്പോഴും വളരെ വൃത്തിയോടും അടുക്കും ചിട്ടിയോടും കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. വായനക്കാർക്ക് പുസ്തകം നൽകാനുള്ള രീതിയെല്ലാം പഴയ പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇതുവരെ കമ്പ്യൂട്ടറൈസ്ഡ് ഒന്നും ആക്കിയിട്ടില്ല ഇവര്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കുറെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. പൊതുജനങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കുവാന് പരിമിതമായ സമയം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ സന്ദർശിക്കുന്നവർ ഇതിനകത്ത് കർശനമായിട്ട് പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതിനാൽ ഇതിനകത്ത് അത്രയ്ക്ക് വൃത്തിയോടും വെടിപ്പോടും അടുക്കും ചിട്ടിയോടും കൂടി തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമായിട്ട് ശാന്തമായിട്ടുള്ള ചെന്നൈ സിറ്റിക്ക് അകത്തുള്ള ഒരു സ്ഥലം. പുറമെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത്രയ്ക്ക് വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്ക് തോന്നത്തില്ല. വൃത്തിയോടും അടുക്കും ചിട്ടിയോടും കൂടിയുള്ള ഈ ഒരു സ്ഥലം കാണുമ്പോൾ ശരിക്കും അതിശയം തോന്നും നമുക്ക് ചെന്നൈയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.